ഭരണപക്ഷത്തെ ഒരു MLA തന്നെ സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അതീവ ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഫോൺ ചോർത്തലടക്കം നടക്കുന്നുണ്ട് എന്നാണ് അൻവറിന്റെ വാക്കുകളിലേക്ക്. കുറേ ദിവസമായി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ലോണല്ല, ലോണാണല്ലോ, ഓക്കെ അല്ലേ? അപ്പോൾ കുറേ ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ല. അപ്പം ഇന്നത്തോട് കൂടിയിട്ട് ഞാൻ വളരെ എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും അതിശക്തമായ സമരം നടത്തിയ ഒരു കേസായിരുന്നു സോളാർ കേസ്. ആ സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും ഇവിടെ അതിലെ കേസുമായി ബന്ധപ്പെട്ട വാദികൾക്ക് നീതി കിട്ടിയില്ല എന്നുമൊക്കെയുള്ള ഒരു ചർച്ച ഇന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പം സോളാർ കേസ് കയറി വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അയച്ച ആ കേസിനെ സംബന്ധിച്ച് അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് മെസ്സേജാണ് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാനുള്ളത്. വളരെ പ്രധാനമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആ പാർട്ടി നടത്തിയ ഏറ്റവും നീണ്ടുനിന്ന അതിശക്തമായ ലക്ഷക്കണക്കിന് സഖാക്കൾ തിരുവനന്തപുരം വരെ വന്ന് പട്ടിണി കിടന്ന് ക്യാമ്പ് ചെയ്ത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നടത്തിയ ധീരോദാത്തമായ സമരം നമ്മൾ ആരും മറന്നിട്ടില്ല. ആ സംവിധാനത്തെയും ആ പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഈ ഫോൺ സന്ദേശത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതിന്റെ പ്രധാന ഉത്തരവാദി ഈ പറയുന്ന MR അജിത് കുമാർ ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാം അദ്ദേഹം. അതൊക്കെ ഇനി അന്വേഷിക്കുന്ന, നാളെ ഇതിനൊക്കെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇന്നലെയും മിനിയാന്നുമായി ഞാൻ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഒരു ഒറ്റ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഞാൻ പൂർണ്ണമായിട്ടും വാർത്തകളൊന്നും കേട്ടില്ല, എൻ്റെ അനലൈസ് റിപ്പോർട്ടുകൾ കേട്ടില്ല. രാത്രി 11:30 മണിക്ക് റിപ്പോർട്ടർ TVയിലെ പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ ഇന്നലത്തെ പത്രസമ്മേളനവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ, അതായത് ചില കാര്യത്തിൽ ഞാൻ ഹോംവർക്ക് ചെയ്യാതെയാണോ, കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, ഹോംവർക്ക് ചെയ്യാതെയാണോ ഈ വിഷയങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുകയാണ്. അപ്പം അതിലൊരു ക്ലാരിഫിക്കേഷൻ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് സാജൻ സ്കറിയ വിഷയത്തിൽ, ഈ വയർലെസ് ചോർത്തിയ വിഷയമല്ല, അത് ഒരുപാട് കേസുണ്ട്, അതവിടെ നിൽക്കട്ടെ, വിഷയത്തിൽ ഇതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന വീഡിയോ ഉൾപ്പെടെയാണ് ഞാനന്ന് DGPക്ക് കത്ത് നൽകുന്നത്. അങ്ങനെ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ ഈ പറയുന്ന MR അജിത് കുമാറുമായി സംസാരിച്ചപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് എവിഡൻസ് ആക്ടിലെ 2000 66F നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു വെറുപ്പ് വന്നുണ്ടോ? എന്താ ചങ്ങാതി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊരു വളരെ പ്രധാനമായൊരു വിഷയമാണ്. 66F നിൽക്കില്ല എന്ന് അദ്ദേഹം ഒരു വാദം ഉന്നയിച്ചു. അപ്പം ഞാൻ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്, നമ്മളെ വക്കീൽമാരെടുത്ത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ആ സെക്ഷനെ കുറിച്ചും ആ ആക്ടിനെ കുറിച്ചും എന്തിനാണ് ഇത് ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരു പണി ചെയ്യാം, അത് ലീഗൽ ഒപ്പീനിയന് കൊടുക്കാം ഹൈക്കോടതിയിൽ. ഞാൻ മനസ്സിലാക്കുന്നത് ലീഗൽ ഒപ്പീനിയൻ കൊടുത്തു, ലീഗൽ ഒപ്പീനിയൻ തിരിച്ചു കൊടുത്തു. എന്താ ലീഗൽ ഒപ്പീനിയൻ? ഈ പറയുന്ന 2000 ഈ ആക്ട് 66F പറയുന്നത്
പോലീസ് സേനയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള സേനകളുടെ ലോ ആൻഡ് ഓർഡറോ അല്ലെങ്കിൽ ഈ രാജ്യം കാക്കുന്നവരെ ഏത് സേനയായാലും അവരുടെ മെസ്സേജുകൾ ചോർത്തപ്പെട്ടാൽ അത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടാണ്. ഇലക്ട്രോണിക്സ് എവിഡൻസ് ആക്ടിലാണ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന വയർലെസ് സിസ്റ്റവും അവർ കൊടുത്ത ഒപ്പീനിയൻ തന്നെ അങ്ങനെയാണ്. വെദർ ഇറ്റ് ഈസ് കണക്റ്റഡ് ഓർ ഇന്റഗ്രേറ്റഡ് വിത്ത് ദ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ സിസ്റ്റം ഇറ്റ് വിൽ അട്രാക്ട്. അത് കമ്പ്യൂട്ടറുമായി സോഫ്റ്റ്വെയറുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കറിയില്ല. ഈ ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുന്ന വക്കീലിന് അറിയില്ല, DGPക്ക് അറിയില്ല, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. അദ്ദേഹം പറഞ്ഞു വെദർ ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് വയർലെസ് ആൻഡ് ദ കമ്പ്യൂട്ടർ, വെദർ ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം, സോഫ്റ്റ്വെയർ സിസ്റ്റം, ഇറ്റ് വിൽ അട്രാക്ട് 66F ആണ്. അപ്പൊ പിന്നെ അത് പരിശോധിക്കേണ്ട ആരാ? പോലീസാണ്. ഇന്റഗ്രേറ്റഡ് ആണ് കേരളത്തിൽ. ആ ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ അത് പ്രകാരം കേസെടുക്കണം. അപ്പോ ഡോക്ടർ അരുൺ പറഞ്ഞത് അങ്ങനെ ഒപ്പീനിയൻ വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് MLA പരിശോധിച്ചിട്ടില്ല എന്നാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ലീഗൽ ഒപ്പീനിയൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കണം. പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ, അതിന് ഒരു വിവരാവകാശം കൊടുക്കണം നിങ്ങൾ DGP ഓഫീസിൽ. ഞാൻ അങ്ങനെ വെളിവില്ലാതെ പറഞ്ഞ കാര്യമില്ല, എൻ്റെ ബോധ്യത്തിൻ്റെയും എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. പ്രിയപ്പെട്ട അരുൺ അത് അന്വേഷിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, വിജിലൻസ്, അതായത് നമ്മുടെ നിയമസഭാ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം, തിരുവനന്തപുരം സ്വദേശി ആഫീസാണ് വിജിലൻസ് കോടതിയിൽ ഈ പ്രസംഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പെറ്റീഷൻ പോകുന്നത്. അങ്ങനെ വിജിലൻസിനോട് പ്രഥമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ പ്രഥമ റിപ്പോർട്ടിലാണ് ഇതിലൊരു കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് ക്രൈംബ്രാഞ്ച് ഇത് ഫയൽ ചെയ്യുന്നത്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്നോട് ചോദിച്ചില്ല, കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്ന്. അപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞത് അത് ക്രൈംബ്രാഞ്ച് വേറെ ADGP ആണ്. ഞാൻ ആ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട് അത് വേറെ ADGP എന്ന് എനിക്കറിയാം. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സൂപ്പർ DGP ആണ് ആര്? അജിത് കുമാർ. അദ്ദേഹം എല്ലാത്തിലും ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ടോർപ്പിഡ് ചെയ്യപ്പെട്ടത് ഞാൻ പറഞ്ഞു. അപ്പോ ഞാനൊരു ബോധവും വിവരമല്ലാതെ അല്ല അത് പറഞ്ഞത്. ആ കാര്യം കൂടി അതിൽ ആ സമ്മേളനത്തിൽ ഞാൻ എവിടെയോ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങളെയും കൂടി അറിവിലേക്ക്, പ്രിയപ്പെട്ട അരുണിന്റെയും കൂടി അറിവിലേക്കാണ്. എവിടെയാ വിനോദ് കുമാർ? ക്രൈംബ്രാഞ്ച് ADGP വിനോദ് കുമാർ ആയിരുന്നു അന്ന് ഞാൻ ഈ പരാതി ഓഫീസ് കൊടുക്കാം. അദ്ദേഹം രാജിവെച്ചു പോയി. അദ്ദേഹം പോലീസിലേ ഇല്ല ഇപ്പോ, മനസ്സിലായോ? അദ്ദേഹം പോയി. അങ്ങനെ അതിന്റെ കാരണം എന്താ നിങ്ങൾ അന്വേഷിച്ചോളൂ. അപ്പൊ ഞാൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ ഒരുപാട് പണി നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പണി തരാണ്. എനിക്ക് കിട്ടിയൊരു വിവരമാണ്. കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ രേഖകൾ കിട്ടിയിട്ടില്ല. നിങ്ങൾ അന്വേഷിക്കണ്ട. ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യം. നിങ്ങൾക്കൊക്കെ തിരുവനന്തപുരത്തൊക്കെ സ്റ്റുഡിയോവും സ്റ്റാഫൊക്കെ ഉള്ളവരല്ലേ. നമ്മുടെ ഈ ADGP അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാനമല്ലേ. ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി സാഹിബ് വീടുള്ളത്. കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന്റെ ഹെലിപ്പാഡുള്ളത്. അതിന്റെ തൊട്ടടുത്ത് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലാണ്. ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഏകദേശം വിവരം കിട്ടുന്നത്. ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരു പക്ഷേ ഇന്ന് കിട്ടുമായിരിക്കും. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12,000 സ്ക്വയർ ഫീറ്റ് ആണോ 15,000 സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളുടെ അടുത്ത് കൃത്യമായ വിവരമല്ല. അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ. അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും. ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന്. കവടയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. MA യൂസുഫ് അലി സാഹിബ് വീടുണ്ടാക്കാൻ
തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ഇപ്പം നമുക്ക് ഊഹിക്കാലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഒരു അഴിമതി ഇല്ല, ഒരു കള്ളക്കച്ചവടം ഇല്ല. അഭായി ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപേൻ്റെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട ADGP. അപ്പോൾ ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് എനിക്ക് അതൊന്ന് TV-യിലൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ ഒന്ന് വിളിച്ച് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.